പലരും ചോദിക്കുന്നു, ആരാണ് LDF-ന് ഇതൊക്കെ ചെയ്യാൻ വഴി കാണിക്കുന്നത് എന്ന്. അവർ ചോദിക്കുന്നു, മാർക്സല്ലേ വഴി കാണിക്കുന്നതെന്ന്. വഴി കാണിക്കുന്നത് ലെനിനാണോ എന്നും ചോദിക്കാറുണ്ട്. എന്താ LDF-ൻ്റെ മറുപടി? ഇതെല്ലാം ചെയ്യുമ്പോൾ, ജനങ്ങളെ ജീവിതത്തിൻ്റെ പുതിയ വിജയങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കും എത്തിക്കുമ്പോൾ LDF-ന് വഴി കാണിക്കുന്നത് തീർച്ചയായിട്ടും മാർക്സും ലെനിനും ആണ്. പക്ഷേ അവർ മാത്രമല്ല ഞങ്ങളെ വഴി കാണിച്ചത് ഈ പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞു, സത്യവിശ്വാസി, നീ ആഹാരം കഴിച്ച് ഉറങ്ങും മുമ്പ് ഒരു കാര്യം ചുറ്റുമുള്ള എല്ലാവരും കേൾക്കെ വിളിച്ച് ചോദിക്കണം, ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ബാക്കിയുണ്ടോ എന്ന്. ചുറ്റുമുള്ള എല്ലാവരും ആഹാരം കഴിച്ചുവെന്ന് ഉറപ്പാക്കിയിട്ട് നീ ആഹാരം കഴിക്കാവൂവെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഉദ്ബോധനം ഞങ്ങൾ മറന്നുപോയിട്ടില്ല. ഞങ്ങളെ ആ പ്രവാചകൻ്റെ വചനങ്ങൾ വഴി കാണിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, ഭൂമിയിലെ നിന്ദിതരെ, പീഡിതരെ, നിരാശകരെ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ആ ആശ്വാസം ഭക്ഷണമാണ്, ജീവിതമാണ്. അതാണ് ക്രിസ്തുവിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനം ഞങ്ങളെ വഴി കാണിച്ചിട്ടുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഹിന്ദു സന്യാസി ആരാണ്? ആ ചോദ്യം ഉന്നയിച്ചാൽ സാമാന്യബോധമുള്ള ഒരു ഹിന്ദു പറയും, ആ സന്യാസി സ്വാമി വിവേകാനന്ദനാണെന്ന് പറയും. ആ വിവേകാനന്ദ സ്വാമി അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം അവതരിക്കുമെങ്കിൽ ദൈവം വരേണ്ടത് ഭക്ഷണമായിട്ടായിരിക്കണമെന്ന്. LDF-നെ ആ സ്വാമി വിവേകാനന്ദൻ വഴി കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം മറച്ചു വെക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ മതങ്ങളിലെയും മനുഷ്യസ്നേഹ മൂല്യങ്ങളെ, മനുഷ്യപക്ഷ നിലപാടുകളെ എല്ലാത്തിനെയും മാനിക്കുന്ന പക്ഷമാണ് ഇടതുപക്ഷമെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയുടെ ക്ഷേത്രം വായിച്ചാലറിയാം, പെട്ടെന്നൊരു നാളിൽ അത് പൊട്ടി വീണ ഒന്നല്ല. ആ വഴിയിൽ സാമൂഹികമായ നവോത്ഥാനത്തിൻ്റെ ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. ആ സമരങ്ങൾ നയിച്ച ശ്രീനാരായണ ഗുരുവുണ്ട്, അയ്യൻകാളിയുണ്ട്, പുയകയിൽ അപ്പച്ചനുണ്ട്, അബ്ദുൽ ഖദർ മൗലവിയുണ്ട്. അവരെല്ലാവരും സാമൂഹിക ജീവിതത്തിൽ നവോത്ഥാന മൂല്യത്തിൻ്റെ വെളിച്ചം കൊടുത്തു വെക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. അവരുടെ എല്ലാം പാതകളെ ഇടതുപക്ഷം എന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വന്ന വഴിയിൽ, തെളിച്ച പാതയിലാണ് ഇടതുപക്ഷം കേരളത്തിൽ ശക്തി പ്രാപിച്ചത്. ആ ശക്തിയുടെ പ്രഖ്യാപനമാണ് 57-ൽ നമ്മുടെ ക്ഷേത്രത്തിലാദ്യമായിട്ട് കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരമേറ്റത്. ഐക്യകേരളം പറഞ്ഞത് 56 നവംബർ 1. 57-ലെ ഏപ്രിൽ മാസം 5-ാം തീയതി ഇവിടെ ആദ്യത്തെ ഗവൺമെൻറ് ഉണ്ടായി. ആ ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റായി. ആ ഗവൺമെൻറ് അധികാരമേറ്റ അന്നത്തെ മുഖ്യമന്ത്രി VMS നമ്പൂതിരിപ്പാട് സംസ്ഥാനത്തിലെ ജനങ്ങളോട് ഒരു പ്രക്ഷേപണം ചെയ്തു. അന്ന് TV ഇല്ലാത്തത് കൊണ്ട് ആ പ്രക്ഷേപണം ആകാശവാണിയിലൂടെയാണ് എല്ലാവരെയും കേട്ടത്. VMS പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ വന്നത് സോഷ്യലിസവും കമ്മ്യൂണിസവും നടപ്പിലാക്കാൻ വേണ്ടിയല്ല നാളെ. ആ നിലപാട് യാഥാർത്ഥ്യബോധമുള്ള ഒന്നല്ല. ഞങ്ങളെത്തിയത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഭൂമിയെ സംബന്ധിച്ച്, ആഹാരം സംബന്ധിച്ച്, വിദ്യാഭ്യാസം സംബന്ധിച്ച് ദേശീയ പ്രസ്ഥാനം പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കോൺഗ്രസ് മറന്നുപോയവ, അതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് വരെയുള്ള എല്ലാ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളും ഏറ്റവും ഇറക്കവുമെല്ലാം ഉണ്ടായപ്പോഴും ഇടതുപക്ഷം ഭരിച്ചപ്പോഴെല്ലാം നാം നടപ്പിലാക്കാൻ ശ്രമിച്ചത് ആ വഴിയായിരുന്നു, ആ ജനപക്ഷ നിലപാടുകളായിരുന്നു. അതിൻ്റെ പ്രഖ്യാപനമാണ് എല്ലാ സമയത്തും ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇവിടെ സഖാവ് പിണറായി വിജയൻ നയിച്ച നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് പോയത്.